നമസ്കാരം. വേൾഡ് ലെവലിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെഡാൻ കാറുകൾക്ക് നല്ല പ്രിയമുണ്ട്. കാരണം യാത്രാ കംഫർട്ട് വളരെയധികം കൂടുതലാണ്. ഇന്ത്യൻ സാഹചര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടുത്തെ റോഡുകൾ, അത് മാത്രമല്ല റോഡിൻ്റെ അവസ്ഥ, ഭൂപ്രകൃതി, ഇതെല്ലാം സെഡാൻ കാറുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ ഒരു അഭാവം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇന്നിവിടെ SUV എന്ന് പറയുന്ന വാഹനങ്ങൾക്കാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ളത്. അത് SUV സ്റ്റാൻഡ്സ്, അതിൻ്റെ ഒരു ലുക്കും, അത് മാത്രമല്ല ഗ്രൗണ്ട് ക്ലിയറൻസും. ഇന്ത്യൻ റോഡുകളിൽ ഏറ്റവും നല്ലത് SUV തന്നെയാണ്. ബോഡി റോളൊക്കെ ഉണ്ടെങ്കിലും SUV കാറുകൾക്ക് നല്ല രീതിക്കൊരു മാർക്കറ്റ് ഇന്ത്യയിലുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ എല്ലാ വാഹനങ്ങളെയും SUV എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ കൊടുത്തിട്ട് മൈക്രോ SUV, ഇപ്പം ഇഗ്നിസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ടോൾ ബോയ് കോൺസെപ്റ്റിലുള്ള ഒരു ഹാച്ച് ബാക്ക് വാഹനം തന്നെയാണ്. അതിനെ അർബൻ SUV എന്നുള്ള അർബൻ മൈക്രോ SUV എന്നൊക്കെ പറഞ്ഞാണ് കമ്പനി മാർക്കറ്റ് ചെയ്യുന്നത്. ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സെഗ്മെൻ്റ് ആയിട്ടുള്ള സെഡാൻ കാറ്റഗറിയിലുള്ള വാഹനങ്ങൾ. ഇതിൽ ഫുൾ സൈസ് സെഡാനും ഉണ്ട്, അത് മാത്രമല്ല കോമ്പാക്റ്റ് ആയിട്ടുള്ള സെഡാനും ഉണ്ട്. അപ്പോൾ എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് അവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 മാർച്ച് മാസം ഏറ്റവും കൂടുതൽ വിറ്റ സെഡാൻ കാറ് ഏതാണ്. 1 മുതൽ 10 വരെ നമ്മൾ റാങ്ക് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനലും നമ്മുടെ ചാനലിലുള്ള കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. 10ാമത്തെ സ്ഥാനം ടൊയോട്ടയുടെ ക്യാമറിയാണ്. വളരെ മികച്ച പ്രീമിയം ആയിട്ടുള്ള ഒരു സെഡാനാണ് ക്യാമറി. 48 ലക്ഷം രൂപയുടെ മുകളിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഷോറൂം പ്രൈസ്. കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 48.5 ലക്ഷം. 2025 മാർച്ച് മാസം 203 യൂണിറ്റുകൾ മാത്രമാണ് വിറ്റഴിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 203 യൂണിറ്റുകൾ മാത്രം എന്ന് പറയാൻ കഴിയില്ല. 48.5 ലക്ഷം രൂപ വിലയുള്ള ഒരു വാഹനത്തിൻ്റെ 203 യൂണിറ്റുകൾ 2025 മാർച്ച് മാസം വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കമ്പനിക്ക് ലാഭമാണെന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. ഇനി 9ാമത്തെ സ്ഥാനത്ത്, ഒരു കാലത്ത് ഡീസൽ വാഹനം അല്ലെങ്കിൽ ഡീസൽ എൻജിൻ ഈ ഒരു വാഹനത്തിൽ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഇതിന് ഭയങ്കര ഡിമാൻഡായിരുന്നു. മാരുതി സുസുക്കിയുടെ സിയാസാണ് കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന സെഗ്മെൻറ്റ് എന്ന് പറയാൻ കാരണം തന്നെ മാരുതി ഈ സെഗ്മെൻറ്റിൽ നിന്നും പിൻവാങ്ങുകയാണ്. അതായത് സിയാസിനെ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. 2025 ഏപ്രിൽ മെയ്യോടുകൂടി തന്നെ ഈ വാഹനം ഡിസ്കണ്ടിന്യൂ ചെയ്യും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ സിയാസ് നിലവിൽ പെട്രോളിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് സിയാസ് മാത്രമല്ല, മാരുതിയുടെ എല്ലാ വാഹനങ്ങളും 2020 ശേഷം പെട്രോൾ വാഹനങ്ങൾ മാത്രമാണ് അവർ വിൽക്കുന്നത്. ഡീസൽ വാഹനങ്ങൾ അവർക്കില്ല. അപ്പോൾ 2025 മാർച്ച് മാസം സിയാസ് 676 യൂണിറ്റുകൾ വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 9,41,000 മുതൽ 12,31,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഷോറൂം പ്രൈസ്. ഇനി 8ാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് മികച്ച ഒരു വാഹനമാണ്. iVTEC എഞ്ചിൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അത്രത്തോളം മികച്ച ഒരു റിഫൈൻമെൻ്റ് ഉള്ള മികച്ച പെർഫോമൻസ് നൽകുന്ന ഒരു പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നത് വേറെയില്ല. iDTEC അല്ല, iVTEC ആണ്. അതായത് ഡീസൽ എഞ്ചിൻ ഉള്ള മോഡലിനാണ് iDTEC എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു എഞ്ചിനാണ് iDTEC എന്ന് പറയുന്നത്. ഇവിടെ ഹോണ്ട സിറ്റിയാണ് 2025 മാർച്ച് മാസം 8ാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളത്. 12,28,000 മുതൽ 16,55,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഷോറൂം പ്രൈസ്. ഹൈബ്രിഡിന് സർക്കാർ കാര്യമായിട്ടുള്ള രീതിയിലൊരു സപ്പോർട്ട് കൊടുക്കുന്നില്ല. സപ്പോർട്ട് കൊടുത്തെങ്കിൽ ഹോണ്ടയുടെ മികച്ച കാറുകൾ ആളുകൾ വാങ്ങിയേനെ. കാരണം ഹൈബ്രിഡിന് നല്ല രീതിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് കൊടുക്കാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇലക്ട്രിക് ആണ്. ഹൈബ്രിഡിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചൈന പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നും ഈ ബാറ്ററി പാക്കിനെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെവലപ്മെൻറ്റ് ഇന്ത്യയിൽ നടത്തിയിട്ട് ഇന്ത്യയിൽ കൂടുതൽ മികച്ച ബാറ്ററി പാക്കുകൾ ഉണ്ടാക്കാനാണ് ഇന്ത്യൻ കമ്പനികളും അത് മാത്രമല്ല ഇന്ത്യയിൽ വന്ന് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആകുന്ന വിദേശ കമ്പനികളൊക്കെ ശ്രമിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2025 മാർച്ച് മാസം 1170 യൂണിറ്റുകൾ ഹോണ്ട സിറ്റിക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി 7ാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് സ്കോഡയുടെ സ്ലാവിയാണ്. 1185 യൂണിറ്റുകളാണ് 2025 മാർച്ച് മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മികച്ചൊരു വാഹനം തന്നെയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ കംഫർട്ട് എന്ന് പറയുന്നത് അപ്പ് മാർക്കറ്റാണ്. ശരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 10,34,000 മുതൽ 18,24,000 വരെയാണ്. ആ ഒരു വിലയ്ക്ക് ഈ ഒരു വാഹനം വേർത്താണ്. ഇനി 6ാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഹ്യുണ്ടയുടെ വേർണയാണ്. അപ്പോൾ നമ്മൾ വേർണയിൽ ഇപ്പോൾ ഡീസൽ എഞ്ചിൻ ഇല്ല, പെട്രോൾ എഞ്ചിൻ മാത്രമാണ് ഉള്ളത്. അപ്പോൾ വേർണ എന്ന് പറയുന്നത് ഡിസൈൻ ലാംഗ്വേജിൻ്റെ വേറൊരു മുഖമാണ്. അതായത് നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് ആ ഒരു വാഹനത്തിനുള്ളത്. 2025 മാർച്ച് മാസത്തിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1364 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു. 11,07,000 മുതൽ 17,55,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഷോറൂം പ്രൈസ്. ഇനി 5ാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ടിഗോറാണ്. അപ്പോൾ ടിഗോറിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ടിഗോറിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. കാരണം ടാറ്റ മോട്ടോഴ്സ് ഇലക്ട്രിക് കാറുകളിലുള്ള ആ ഒരു വിപ്ലവം തീർക്കാൻ വേണ്ടിയിട്ട് സിപ്ട്രോൺ ടെക്നോളജിയിൽ പരീക്ഷണങ്ങൾ നടത്തിയ ഒരു വാഹനം എന്ന് പറയുന്നത് ടിഗോറാണ്.
ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ CNG വിത്ത് AMT എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ വരുന്നതും ടിഗോറിലാണ്. അപ്പോൾ CNGയിൽ അവൈലബിൾ ആണ്, അത് മാത്രമല്ല പെട്രോളിൽ അവൈലബിൾ ആണ്, ഇലക്ട്രിക്കിൽ അവൈലബിൾ ആണ്. ഡീസലിൽ മാത്രമാണ് ഈ ഒരു വാഹനം അവൈലബിൾ അല്ലാത്തത്. 1467 യൂണിറ്റുകൾ 2025 മാർച്ച് മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നാലാമത്തെ സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് ഫോക്സ് വാഗൻ്റെ വിർട്ടസ് ആണ്. അപ്പോൾ വിർട്ടസിനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 1947 യൂണിറ്റുകൾ 2025 മാർച്ച് മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു. അപ്പോൾ വിർട്ടസ് നല്ലൊരു വാഹനമാണ്, അത് മികച്ച ഒരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്നൊരു വാഹനം തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം സ്ലാവിയ എന്ന് പറയുന്നതും വിർട്ടസ് എന്ന് പറയുന്നതൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. 11,56,000 മുതൽ 19,41,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് ഹോണ്ടയുടെ അമേസ് ആണ്. മുഖം മിനുക്കിയാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. തേർഡ് ജനറേഷൻ വന്നപ്പോഴത്തേക്കും കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഫ്യൂൽ എഫിഷ്യൻസിലൊക്കെ കുറച്ച് വ്യത്യാസം വന്നു എന്നുള്ളതാണ് കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക്. 3583 യൂണിറ്റുകൾ 2025 മാർച്ച് മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ടിഗോറിനെ പോലെ തന്നെ ഈ ഒരു വാഹനവും കോമ്പാക്ട് സെഡാൻ കാറ്റഗറിയിലാണ് വരുന്നത്. 8,10,000 മുതൽ 11,20,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ്. ഇനി രണ്ടാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളതും ഒരു കോമ്പാക്ട് സെഡാനാണ്, ഓറയാണ്. അതായത് ഹ്യുണ്ടായി ഓറ. 5074 യൂണിറ്റുകൾ 2025 മാർച്ച് മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കുറച്ചും കൂടെ പ്രീമിയം ആയിട്ടുള്ളൊരു വാഹനം എന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും ഉള്ള ഫീച്ചേഴ്സൊക്കെ മികച്ചതാണ്. അതിൻ്റെ ഇൻറ്റീരിയർ ആണെന്നുണ്ടെങ്കിലും വാഹനത്തിൻ്റെ എക്സ്റ്റേണൽ അപ്പിയറൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും കുറച്ച് ഡിഫറൻ്റ് ആണ്. 6,54,000 മുതൽ 9,11,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ്. ഇനി ഒന്നാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് നമുക്ക് ഒരിക്കലും അത് ഗസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നമുക്കറിയാം അത് മാരുതി സുസുക്കിയുടെ ഡിസയർ തന്നെയാണ്. ഡിസയറിൻ്റെ 4th ജനറേഷൻ വന്നിട്ടുണ്ട്. അത് മികച്ച വാഹനമാണ്. സെറ്റൽ E എന്ന് പറയുന്ന 3 സിലിണ്ടർ എഞ്ചിനോട് കൂടിയിട്ടുള്ള വാഹനമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതിൻ്റെ ഹൈബ്രിഡ് തന്നെ ഉടനെ തന്നെ വരാൻ പോകുന്നു എന്ന വാർത്തകളൊക്കെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഹൈബ്രിഡ് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ സ്വിഫ്റ്റിൻ്റെ ഹൈബ്രിഡും വരും. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ 10 മുതൽ 1 വരെ റാങ്ക് ചെയ്തു. അതിനകത്ത് 9 കാറുകൾ 10 മുതൽ 2 വരെയുള്ള കാറുകളുടെ, അതായത് 2025 മാർച്ച് മാസത്തെ മൊത്തം എല്ലാ കാറുകളും കൂടെ വിറ്റ ഒരു എണ്ണം എടുത്താൽ പോലും ഈ വാഹനത്തിൻ്റെ ഒപ്പം എത്താനേ കഴിയുകയുള്ളൂ. 2025 മാർച്ച് മാസം ഈ ഒരു വാഹനം മാരുതി സുസുക്കി ഡിസയർ 15,460 യൂണിറ്റുകൾ വിറ്റിട്ടുണ്ട്. ഓറ 5,000 സംതിങ് ആണ്, അമേസ് 3,583 ആണ്, വിർച്ചസ് ആണെന്നുണ്ടെങ്കിൽ 1947 ആണ്, ടിഗോർ 1467 ആണ്, വേർണ 1364 ആണ്, സ്ലാവിയ 1185 ആണ്, സിറ്റി 1170 ആണ്, സിയാസ് 676 ആണ്. ഇനി ടൊയോട്ട കാമറി ആണെന്നുണ്ടെങ്കിൽ 203 യൂണിറ്റ് ആണ്. ഇത് മൊത്തം കൂട്ടിയാൽ പോലും ഡിസയറിൻ്റെ സെയിലിൻ്റെ അടുത്തേ വരുന്നുള്ളൂ. അതാണ് ഈ ഒരു വാഹനത്തിൻ്റെ പവർ. കാരണം ഇത് കൂടുതലും ഇപ്പം ടാക്സി പർപ്പസിനും കൂടെ ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. CNGയിലൊക്കെ 33-36 കിലോമീറ്ററിനടുത്തൊക്കെ പെർ kg മൈലേജ് ക്ലെയിം ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ AMT ആണെങ്കിലും മാനുവൽ ആണെങ്കിലും ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25 കിലോമീറ്ററിന് മുകളിലാണ് മൈലേജ് ക്ലെയിം ചെയ്യുന്നത്. എങ്ങനെ നോക്കിയാലും 21 കിലോമീറ്റർ ആവറേജ് തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനം ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പാക്കേജ് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. എന്നാൽ പോലും അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു വാഹനമാണ്. അതായത് ബിൽഡ് ക്വാളിറ്റി എന്നുള്ള രീതിക്ക് ഈ ഒരു വാഹനം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ടാക്സി സെഗ്മെൻറ്റിലും CNG ഒക്കെ ആയിട്ട് ഈ ഒരു വാഹനം ഒരുപാട് വിൽക്കുന്നത് കൊണ്ട് തന്നെ 15,460 യൂണിറ്റ് എന്ന് പറയുന്നത് അതിശയം വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല നല്ല വ്ളോഗ്സ് കൊണ്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.